തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാളത്തിന്റെ യുവ സംവിധായകൻ വൈശാഖ് തന്റെ പുതിയ ചിത്രവുമായി എത്തുന്നു. കുഞ്ചാക്കോ ബോബൻ നായകനായ വിശുദ്ധൻ എന്ന ചിത്രം ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തുന്നു. ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ വൈശാഖ് ഫോറം കേരളത്തോട് സംസാരിക്കുന്നു. നമസ്കാരം വൈശാഖ്. ഫീൽ ദ ഡിഫറൻസ് എന്നാണ് വിശുദ്ധൻ എന്ന ചിത്രത്തിന്റെ പരസ്യവാചകം തന്നെ. വൈശാഖിന്റെ മുൻകാല ചിത്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വിശുദ്ധൻ വ്യത്യസ്തമാകുന്നത്? അതേ ആംഗിൾ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഫീൽ ദ ഡിഫറൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രസന്റ് ചെയ്യുന്നത്. കാരണം ഇതുവരെ ഞാൻ ചെയ്ത സിനിമകൾ പൂർണ്ണമായും മാസ് കൊമേഴ്സ്യൽ എന്റർടൈനറുകളാണ്. അതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുള്ള ചിത്രമാണ് വിശുദ്ധൻ. ട്രീറ്റ്മെന്റിൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആംഗിളിൽ വ്യത്യാസമുണ്ട് എന്നല്ല ഫീൽ ദ ഡിഫറൻസ് എന്നതോട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കൊമേഴ്സ്യൽ ഫിലിം തന്നെയാണ്. പക്ഷെ പറയുന്ന കണ്ടന്റ്, അത് പറയുന്ന രീതി, വിഷ്വലൈസേഷന്റെ സ്വഭാവം, ട്രീറ്റ്മെന്റിന്റെ സ്വഭാവം, ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ മുൻകാല ചിത്രങ്ങളിൽ നിന്നും കാര്യമായ മാറ്റം വിശുദ്ധനുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഫീൽ ദ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ആ ചിത്രത്തോടൊപ്പം കൊടുത്തത്. ഒരു സാധാരണ പ്രേക്ഷകന്റെ മനസ്സാണ് പ്രേക്ഷകൻ എന്ന നിലയിലുള്ളത്. ആ ആംഗിളിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സിനിമയുടെ സ്വഭാവത്തിൽ തന്നെയാണ് വിശുദ്ധനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ പ്രേക്ഷകർ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചിത്രമായിരിക്കും വിശുദ്ധൻ എന്നാണ് എന്റെ വിശ്വാസം. വൈശാഖിന്റെ ആദ്യ ചിത്രം പോക്കിരിരാജയായിരുന്നു. അതിനുശേഷം താങ്കളുടെ ഒരു അഭിമുഖത്തിൽ വായിച്ചത് താങ്കളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു നല്ല സിനിമയുടെ ഒരു സാക്ഷാത്കാരമായിരുന്നില്ല, അല്ലെങ്കിൽ താങ്കൾ ചെയ്യാൻ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ചിത്രമായിരുന്നില്ല ആദ്യ ചിത്രം. ഒരു പക്ഷെ അതിനുശേഷം അതുപോലെ തന്നെ വൈശാഖ് സൂചിപ്പിച്ചതുപോലെ ഒരു എന്റർടൈനർ എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ചിത്രങ്ങളാണ് പിന്നീട് ഉണ്ടായതൊക്കെ. അപ്പോൾ ഈ വിശുദ്ധൻ എന്ന ചിത്രം വൈശാഖിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു നല്ല സിനിമയുടെ അവതരണം എന്ന നിലയിൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. കാരണം ഈ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചെയ്ത പോക്കിരിരാജ അടക്കമുള്ള മാസ് കൊമേഴ്സ്യൽ എന്റർടൈനറുകൾ എനിക്ക് ഇഷ്ടമല്ലെന്നോ, എനിക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോയ ചിത്രങ്ങളാണെന്നോ, ഞാൻ ഇഷ്ടപ്പെടാതെ ചെയ്ത ചിത്രങ്ങളാണെന്നോ അതിനർത്ഥമില്ല. പരിപൂർണമായും ഉൾക്കൊണ്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് എന്റർടൈൻ ചെയ്ത ചിത്രങ്ങളാണ് ഇതിനു മുമ്പുള്ള എന്റെ എല്ലാ മാസ് സിനിമകളും. അതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകൾ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ എന്നും അർത്ഥമില്ല. ഈ ചിത്രം ഇതിൻ്റെതായ സ്വഭാവ വിശേഷങ്ങളുള്ള, പ്രത്യേകതകളുള്ള, ഒരു ജോണറുള്ള ഒരു സിനിമയാണ്. അതേ ആ ആംഗിളിൽ വളരെയധികം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചിത്രവുമാണ്. ആദ്യ ചിത്രം ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്തരത്തിലുള്ള സിനിമയാണ് എനിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോക്കിരിരാജ പോലുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ല എന്നല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊരു ചിത്രം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ആ ചിത്രം നടക്കാതെ പോയി, പോക്കിരിരാജ പോലത്തെ ഒരു സിനിമ ഞാൻ ചെയ്തു എന്ന് മാത്രമേ അതിന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സത്യത്തിൽ ആ നടക്കാതെ പോയ ചിത്രമാണ് ഇപ്പോൾ ചെയ്യുന്ന വിശുദ്ധൻ എന്ന് പറയുന്ന സിനിമ. ഒരുപക്ഷെ ഞാൻ ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ്, ആദ്യം ചെയ്യാനിരുന്ന സിനിമ, പല കാരണങ്ങളാൽ നടക്കാതെ പോയ ചിത്രം അഞ്ചാമത്തെ സിനിമയായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു സന്തോഷം എനിക്ക് ചിത്രത്തോടൊപ്പം ഉണ്ട്. ഒരുപക്ഷെ അന്ന് ചെയ്തിരുന്നെങ്കിൽ ചെയ്തേക്കാവുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്വഭാവ വിശേഷങ്ങളെന്നും കുറെയൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് വിശുദ്ധന്. കാരണം അത് ഞാൻ തള്ളിക്കളയുന്നില്ല, ഞാൻ അതിന് നിഷേധിക്കുന്നില്ല. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, കൊമേഴ്സ്യൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്റെ പ്രായത്തിലുണ്ടായ മാറ്റം, കാഴ്ചപ്പാടിലുണ്ടായ മെച്യൂരിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിത്രത്തിന്റെ കണ്ടന്റിനെയും ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിങ്ങിനെയും ട്രീറ്റ്മെന്റിനെയും ഒക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ച് ബേസിക് കണ്ടന്റോ അല്ലെങ്കിൽ സിനിമയുടെ കാതലായ ഇഷ്യൂസോ ഒന്നും മാറ്റം വരാതെ തന്നെ ഇത്രയും കാലഘട്ടങ്ങൾക്കിടയിൽ സിനിമയിലുണ്ടായ മാറ്റത്തിന്റെയും എന്നിലുണ്ടായ മാറ്റത്തിന്റെയും ഇൻഫ്ലുവൻസിന്റെ ഭാഗമായി വിശുദ്ധൻ പുതിയൊരു രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറെ കൂടെയൊക്കെ ഒരു കൊമേഴ്സ്യൽ സ്വഭാവം അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സ്വഭാവം ഈ ചിത്രത്തിന് കൊടുക്കാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെയും ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കുറെ കൂടെ ജനങ്ങൾ കാണുകയും എന്റർടൈൻ ചെയ്യുകയും ചെയ്യണമെന്ന് ആണ് എന്റെ സിനിമകൾ, എല്ലാ സംവിധായകരെയും പോലെ ചിത്രങ്ങൾ കാണണം എന്നും ആസ്വദിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ആ അർത്ഥത്തിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ വൈഡർ സ്വഭാവം
കുറെ കൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഈ പോലത്തെ ട്രീറ്റ്മെന്റ് വിഷയത്തിന് കൈവന്നിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബനാണ് ഈ ചിത്രത്തിലെ നായകൻ. അടുത്ത കാലത്തായി നിരവധി വിജയ ചിത്രങ്ങളിൽ ഭാഗമായ നടനാണ് അദ്ദേഹം. വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ഈ വിശുദ്ധനിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റ് കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറയാം. വളരെ ആകസ്മികമായാണ് കുഞ്ചാക്കോ ബോബൻ ഈ ചിത്രത്തിലേക്ക് വന്നത്. സത്യത്തിൽ ചാക്കോച്ചൻ ഈ ചിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും, ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിങ്ങിലോ ഡിസ്കഷൻസിലോ ഒന്നും ഒരു ഘട്ടത്തിലും ഉണ്ടാവാതിരുന്ന ഒരു നടനാണ്. നരേനെ വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് പല ആക്ടേഴ്സ് ഈ ചിത്രത്തിലൂടെ ഈ കഥാപാത്രങ്ങളായി വന്നുപോയി. ഒരു വർഷം മുമ്പ് ഫഗദിനെ വെച്ചിട്ട് ഞാൻ ഈ ചിത്രം പ്ലാൻ ചെയ്തിരുന്നു. ഇതൊക്കെയും പല കാരണങ്ങളാൽ നടക്കാതെ പോയതാണ്. അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, സാഹചര്യങ്ങളാണ്. പല സിറ്റുവേഷൻസ്, എന്റെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം പല ഘട്ടങ്ങളിൽ നടക്കാതെ പോയ സിനിമകളാണ്. വളരെ ആകസ്മികമായി ഞാൻ ചാക്കോച്ചന് ഇതിന്റെ ഒരു എലമെന്റ് അറിയാമായിരുന്നു, ഈ സിനിമയുടെ നോട്ട് അറിയാമായിരുന്നു. വളരെ ആകസ്മികമായി ഇതിന്റെ കണ്ടന്റ് ഡിസ്കസ് ചെയ്ത സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഈ സിനിമ ചെയ്താലോ, പെട്ടെന്ന് തുടങ്ങിയാലോ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും ചാക്കോച്ചന്റെ സ്ക്രിപ്റ്റ് വായിക്കുകയും ഏകദേശം ഒരു 3 വീക്സിനകത്ത് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുകയുമാണ് ചെയ്തത്. അപ്പോ സത്യത്തിൽ ഈ സമയത്ത് ഞാനിത് പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് പറയുന്ന ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഡിസ്കഷനിൽ നിന്ന് ചാക്കോച്ചനും ഇതിന്റെ പ്രൊഡ്യൂസർ ആൻഡ്രോ ജോസഫും, പ്രൊഡക്ഷൻ കൺട്രോൾ ഡിക്ഷൻ തുടങ്ങി ഒരുപാട് നല്ല സുഹൃത്തുക്കളുടെ നിർബന്ധം മൂലമാണ് ഞാൻ ഈ ചിത്രത്തിലേക്ക് വീണ്ടും ഇറങ്ങിയത്. അത് ഇതിന്റെ നിമിത്തമായി മാറിയെങ്കിലും, അല്ലെങ്കിൽ ഈ ചിത്രം ഇങ്ങനെ അപ്രതീക്ഷിതമായി തുടങ്ങാനിടയായെങ്കിലും എനിക്കിപ്പോഴുള്ള സംതൃപ്തി എന്താണെന്ന് വെച്ചാൽ, ചാക്കോച്ചൻ എന്റെ മനസ്സിൽ ഈ കഥാപാത്രം ഉണ്ടായിരുന്നതിന്റെ എത്രയോ മടങ്ങ് മേലെ വളരെ ഭംഗിയായി, വളരെ കയ്യൊതുക്കത്തോടുകൂടി, വളരെ സട്ടിലായി, അതേസമയം വളരെ ബ്രില്യൻ പെർഫോമർ എന്നുള്ള ഒരു പേര് ലഭിക്കത്തക്ക വിധം മനോഹരമായിട്ടാണ് ചാക്കോച്ചൻ ഈ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന നടന്റെ കരിയർ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടേക്കാവുന്ന, മാർക്ക് ചെയ്യപ്പെട്ടേക്കാവുന്ന, ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ചാക്കോച്ചന്റെ കരിയറിനെ വളരെയധികം സ്വാധീനിച്ചേക്കാവുന്ന ഒരു സുപ്രധാന കഥാപാത്രമായിരിക്കും സണ്ണി എന്ന് പറയുന്ന ഈ ചിത്രത്തിലെ ചാക്കോച്ചന്റെ കഥാപാത്രം. വളരെ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ, അതിന്റെ പരിപൂർണതയിലെത്തിക്കാൻ ചാക്കോച്ചന് കഴിഞ്ഞിട്ടുണ്ട്. വൈശാഖ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ചെയ്ത ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാർന്ന ഒരു സമീപനമാണ് ഈ ചിത്രത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ പലപ്പോഴും ഒരു മുൻവിധിയോടെ ആയിരിക്കാം ഒരു സിനിമയെ സമീപിക്കുന്നത്. അപ്പോൾ വൈശാഖിന്റെ മുൻകാല ചിത്രങ്ങൾ കണ്ട പ്രേക്ഷകരോട് വിശുദ്ധൻ കാണാൻ തിയേറ്ററുകളിൽ എത്തുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? എന്നെക്കാളും വളരെയധികം ബ്രില്യൻസും ഇന്റലിജൻസും സൂക്ഷ്മതയും ഉള്ള ആൾക്കാരാണ് മലയാളത്തിലെ എല്ലാ പ്രേക്ഷകരും. എനിക്കത്ര വലിയ വിശ്വാസമുണ്ട്. എന്റെ മുൻകാല ചിത്രങ്ങൾ അവർ കണ്ടിട്ടുള്ളതാണ്, അതിന്റെ സ്വഭാവം അറിയാവുന്നതാണ്, അതിന്റെ പ്രൊമോഷൻ രീതി അറിയാവുന്നതാണ്. ഈ ചിത്രം ഇതിന്റെ ശരിയായ ആംഗിളിൽ തന്നെ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്റെ ഇതുവരെയുള്ള എനിക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അതാണ്. ഞാൻ ഈ ചിത്രത്തെ സമീപിച്ച രീതി, ഇത് പ്രസന്റ് ചെയ്ത രീതി, ഇത് അവതരിപ്പിക്കുന്ന രീതിയൊക്കെ അതേ ആംഗിളിൽ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയെ വിശുദ്ധൻ എന്ന ചിത്രത്തെ കാണാൻ വരുന്നത് ഒരു പുതിയ സമീപനത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിൽ എടുത്തേക്കാവുന്ന, അല്ലെങ്കിൽ പുതിയ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ചിത്രം എന്ന ആംഗിളിൽ തന്നെയാണ് പ്രേക്ഷകർ ഇത് കാണാൻ വരുന്നത് എന്നാണ് എന്റെ വിശ്വാസം. കാരണം അത്രത്തോളം സൂക്ഷ്മതയും വ്യക്തതയുമുള്ള പ്രേക്ഷകരാണ് മലയാളത്തിലെ. എനിക്കതിൽ ടെൻഷനില്ല. കാരണം അവർ അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും, അതേ ആംഗിളിൽ ഉൾക്കൊള്ളും. എനിക്ക് ഉറപ്പുണ്ട് എന്റെ സിനിമകളോട് കാണിച്ച സമീപനം, പ്രതികരണം, സ്നേഹം, വാത്സല്യം ഈ ചിത്രത്തോടും അവർ കാണിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം 100% ഡെഡിക്കേറ്റീവ് ആയിട്ടാണ് ഞാൻ ചിത്രം ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, സൂക്ഷ്മത കൊടുത്തിട്ടുണ്ട്. ചെയ്യാവുന്ന ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ ആംഗിളിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം എനിക്ക് വളരെയധികം വെരി ക്ലോസ് ടു മൈ ഹേർട്ട് എന്ന് പറയാവുന്ന പോലെ എനിക്ക് വളരെയധികം ഫീൽ ചെയ്തിട്ടുള്ള, എനിക്ക് വളരെയധികം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ള, എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് മുഹൂർത്തങ്ങൾ, ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു നല്ല ചിത്രമായിരിക്കും വിശുദ്ധൻ. അതേ ആംഗിളിൽ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ പങ്കുവയ്ക്കാനുണ്ടോ? ആക്ച്വലി ഞാൻ ഒരുപാട് പ്രൊജക്ടുകളിൽ കമ്മിറ്റഡ് ആണ്. ഒരുപാട് സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു സിനിമ ഇറങ്ങി ആ സിനിമയുടെ
ആഫ്റ്റർ റിലീസ് നിലപാടുകൾ നിന്നുകൊണ്ടാണ് ഞാൻ അടുത്ത ചിത്രം എന്താണെന്ന് തീരുമാനിക്കുക. ഒരുപാട് സിനിമകളെ ഡിസ്കഷൻസിൽ ഉണ്ടെങ്കിലും, ഒരുപാട് കഥകളുണ്ടെങ്കിലും, ഒരുപാട് പേരുമായുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിലും അടുത്ത ചിത്രം ഏത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ലാസ്റ്റ് പടത്തിന്റെ റിലീസിന് ശേഷമാണ്. സ്വാഭാവികമായും ഒരു വിഷുവിന്റെ റിലീസിന് ശേഷം തീർച്ചയായിട്ടും അത് അനൗൺസ് ചെയ്യുന്നതാണ്. വളരെയധികം നന്ദി വൈശാഖ് ഞങ്ങളോട് സംസാരിച്ചതിന്. വിശുദ്ധൻ എന്ന ചിത്രത്തിന് എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. ഒരു പുതിയ സമീപനമാണ് താങ്കൾ ഈ ചിത്രത്തിൽ പുലർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും പ്രേക്ഷകർ ചിത്രത്തെ അതേ രീതിയിൽ ഉൾക്കൊള്ളട്ടെ. താങ്കളുടെ മറ്റ് ചിത്രങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റ് ചിത്രങ്ങളെക്കാൾ മികച്ച വിജയം ഈ ചിത്രത്തിന് നേടാൻ കഴിയട്ടെ എന്ന് ഫോറം കേരളത്തിന് വേണ്ടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഫോറം കേരളവുമായി ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. എന്റെ മുൻകാല ചിത്രങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ടും, എല്ലാ അനുഗ്രഹവും വിശുദ്ധനും ഉണ്ടാകണമെന്ന്